500ഓളം പഴച്ചെടികൾ 15 സെൻറ്റ് സ്ഥലത്ത് എയർ പ്രൂണിംഗ് പോട്ടിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് വിയറ്റ്നാം ഓൾ ടൈം മുസംബി. ഇത് ധാരാളം നമ്മുടെ നാട്ടിലുണ്ടാവും. ഇത് ഓൾ ടൈമാണ്, സീസണല്ല, പല പ്രാവശ്യം ഇത് ഉണ്ടാവും. പ്ലാവിൻ്റെ നിറയെ വെറൈറ്റികൾ, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മൾ ഈ എയർ പ്രൂണിംഗ് പോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ചാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ ഉണ്ടാവും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോലെ ഡ്രമ്മിലോ എയർപോർട്ടിലോ ഏത് നിലത്തോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, 500ഓളം പഴച്ചെടികൾ, 1-2 അല്ല 500ഓളം പഴച്ചെടികൾ 15 സെൻറ്റിനുള്ളിൽ എയർ പ്രൂണിംഗ് പോട്ടിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു നഴ്സറി ഉണ്ട്. എവിടെയാണെന്നല്ലേ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പോട്ട ആശ്രമത്തിനടുത്ത് ഹൈഫീൽഡ് കേരള എന്നാണ് ആ നഴ്സറിയുടെ പേര്. ഈ നഴ്സറിയുടെ വിശേഷങ്ങളാണ് നമ്മളത് കാണാൻ വേണ്ടി പോകുന്നത്. കൂടാതെ ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ ഭംഗിയും വെറൈറ്റികളും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പ്ലാനില്ല, ഇവരെ ഏൽപ്പിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് എയർപോർട്ടിൽ പ്ലാന്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തിച്ചു തരുന്ന ഏതെങ്കിലും ടീമിനെ പരിചയപ്പെടുത്താമോ എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ എത്ര ചെറിയ ഏരിയ ആയാലും എത്ര വലിയ ഏരിയ ആയാലും ഒരുപോലെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. മിതമായ നിരക്കിൽ പ്ലാന്റേഷൻ ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുന്ന ഒരു നഴ്സറിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു കഴിഞ്ഞാൽ മിതമായ നിരക്കിൽ കേരളത്തിൽ എവിടെയായാലും ഇവർ ഒന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പ്ലാന്റേഷൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റേഷനാണത്. അത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ആർക്കായാലും അതുപോലെ ഒന്ന് ചെറിയ ഏരിയ ആയാലും പോലും സെറ്റ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ആ ഒരു പ്ലാന്റേഷൻ ഒന്ന് കണ്ടാലോ? പോകാം വീഡിയോയിലേക്ക്. 500ഓളം പഴച്ചെടികൾ 15 സെൻറ്റ് സ്ഥലത്ത് എയർ പ്രൂണിംഗ് പോട്ടിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ പേര് ജോസ് കല്ലേലി. എൻ്റെ നഴ്സറിയുടെ പേര് ഹൈഫീൽഡ് കേരള നഴ്സറി. നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ പോട്ട ആശ്രമത്തിൻ്റെ അടുത്താണ്. ഞങ്ങളുടെ നഴ്സറിയുടെ പേര് ഹൈഫീൽഡ് കേരള നഴ്സറി എന്നാണ്. നമ്മുടെ നഴ്സറിയിൽ മെയിനായിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ്, എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ചെടി വിൽപ്പനയോടൊപ്പം നമ്മൾ എയർ പ്രൂണിംഗ് പോട്ടിലും ലാൻഡിലും നമുക്ക് സ്ഥലമുള്ളവർക്ക് താഴെ വെച്ച് കൊടുക്കും, അല്ല സ്ഥലം കുറവുള്ളവർക്ക് എയർപോർട്ടിലും നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ പ്ലാന്റേഷൻ ചെയ്തിട്ട് 1 വർഷമായി. അപ്പോൾ അതിൻ്റെ എയർപോർട്ടിലാണ് നമ്മളിത് എല്ലാ പ്ലാന്റ്സും 500ഓളം പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഫ്രൂട്ടും അതിൽ പഴങ്ങളുണ്ടായി നിൽക്കുന്നതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 കൊല്ലം കൊണ്ട് എത്രമാത്രം എയർപോർട്ടിലും നമ്മുടെ പ്ലാന്റ്സ് വളരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ഈ പ്ലാന്റേഷനിൽ വന്നിരിക്കുന്നത്. നമ്മളിത് 15 സെൻറ്റിൽ 500ഓളം പഴച്ചെടികളാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ എയർ പ്രൂണിംഗ് പോട്ടിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ തോട്ടത്തിലുള്ള കാര്യങ്ങൾ, ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനെ കാണിക്കുന്നത്. നമ്മൾ 1 വർഷം കൊണ്ട് എത്രമാത്രം ഈ എയർപോർട്ടിൽ പ്ലാന്റ് വളരും, എങ്ങനെയാണ്, എത്ര നേരത്തെയാണ് ഇത് നമ്മൾ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടുന്നത് എല്ലാം കാണിക്കാൻ വേണ്ടി, വിശദമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റേഷനിൽ എത്തിയിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എയർ പ്രൂണിംഗ് പോട്ടിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ചെടികൾ വളരുന്നതും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതും. താഴെ വയ്ക്കുന്നതിലൊക്കെ വളരെ നന്നായിട്ട് സ്പീഡിലായിട്ട് ചെടി വളരുന്നത് എയർ പ്രൂണിംഗ് പോട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് എയർ പ്രൂണിംഗ് പോട്ട് ഇപ്പം നമുക്ക് ഒരു ട്രെൻഡായിട്ടുള്ള സംവിധാനമാണ് ഈ ചെടികൾ വയ്ക്കുന്നതിനുള്ള. ഇപ്പോഴും ഈ എയർപോർട്ടിൻ്റെ ഗുണങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും കൂടെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, സാധാരണ പോട്ടിൽ നിന്നും ഈ എയർപോർട്ടിലേക്ക് ചെടികൾ മാറ്റി വയ്ക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? എയർപോർട്ടിൽ വെച്ച ചെടി വളരെ ഫാസ്റ്റായിട്ട് വളരും. അതുപോലെ തന്നെ ഒരു 7 മാസത്തിൽ തുടങ്ങി ഈ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നേരത്തെ ഫ്രൂട്ടും കിട്ടും. പിന്നെ നമ്മുടെ ചെടിയുടെ ഈ വേരുകൾ നമ്മൾ സാധാരണ ഡ്രമ്മിലൊക്കെ വയ്ക്കുമ്പോൾ കോയിൽ ചെയ്യണ പോലെ ഇത് കോയിൽ ചെയ്യില്ല. ഇത് നേരെ ഹോളിൻ്റെ പുറത്തേക്ക് വേര് വന്ന് അത് എയറിൽ തന്നെ പ്രൂൺ ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിറയെ വളം വലിക്കുന്ന ചെറിയ ചെറിയ വേരുകൾ നിറയെ ഉണ്ടാവുകയും അതുമാണ് ഈ ചെടി വളരെ ഫാസ്റ്റായിട്ട് വളരുന്നത്. എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരുപാട് കാലം ഈട് നിൽക്കുന്നതാണ്. സാധാരണ മറ്റേ പോട്ടിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കാലം നിൽക്കും. നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്യാം. നമുക്ക് ചെടി എപ്പോൾ വേണമെങ്കിലും ഈ സൈസിൽ നിന്ന് അടുത്ത സൈസിലേക്ക് നമുക്ക്
പെട്ടെന്ന് മാറ്റി നിറയ്ക്കാൻ പറ്റും. അതിൻ്റെ സ്ക്രൂ അഴിച്ചാൽ നമുക്കത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ചീപ്പ് റേറ്റാണ്. 70 രൂപ മുതൽ നമുക്ക് 600 വരെയുള്ള റേഞ്ചുള്ള പല ടൈപ്പും പല സൈസിലുള്ള എയർപോർട്ടും നമ്മുടെ കയ്യിലുണ്ട്. സാധാരണ പോർട്ടിലോട്ട് പോയാൽ നിങ്ങളുടെ പോർട്ട് തന്നെ 1 കൊല്ലം കൊണ്ട് തന്നെ നാശമാവും. വെയിൽ കൊണ്ട് ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. ഇത് എയർപ്രൂണിംഗ് പോർട്ട് ഡ്രിപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾ വെറുതെ സാധാരണ പോർട്ടിൽ വെച്ച് സമയം കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇത് എയർ പ്രൂണിംഗ് പോർട്ടിലുള്ള വളർച്ച ഒരു കാരണവശാലും സാധാരണ പോർട്ടിൽ നമുക്ക് കിട്ടില്ല. ഇത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ചാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നിറയുണ്ടാവുന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് വെറും 1 കൊല്ലമായിട്ടുള്ളൂ നമ്മൾ ഈ പ്ലാന്റ് ഈ എയർ പ്രൂണിംഗ് പോർട്ടിൽ വെച്ചിട്ട്. ഇത് സ്വീറ്റ് ഓറഞ്ച് നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാന്റുമ്പോൾ. ഇതിപ്പോൾ 1 കൊലയിൽ എത്രയല്ലേ? ഈ 1 കൊലയിൽ തന്നെ ധാരാളം ഉണ്ട്. 10-ലധികം ഓറഞ്ചുകളുണ്ട് ഈ ഒറ്റ ബഞ്ചിൽ. ഇതാണ് ആ പ്ലാന്റ് അല്ലേ? പ്ലാന്റ് എയർപോർട്ടിൽ വെച്ചേക്കുന്നതാണ്. അതെ, ഇതാണ് എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ. ഈ സൈഡിലെല്ലാം ഓറഞ്ച് ഉണ്ടല്ലേ? ഓറഞ്ച് ഏകദേശം പഴുത്തു തുടങ്ങി. എത്രയാണ് നോക്കി ഒരു ചെടിയിൽ നിൽക്കുന്നത്? ഇതാണ് വിയറ്റ്നാം ഓൾ ടൈം മുസംബി. ഇത് ധാരാളം നമ്മുടെ നാട്ടിലുണ്ടാവും. ഇത് ഓൾ ടൈമാണ്, സീസണലല്ല. പല പ്രാവശ്യം ഇത് ഉണ്ടാവും. ഇതിന് നല്ല വലുപ്പം ഉള്ള ഒരു വെറൈറ്റിയാണ്. മധുരമാണോ? മധുരമാണ്, നല്ല മധുരമാണ്. നമ്മൾ ഇവിടെ ഓറഞ്ചിൻ്റെ പല ഡിഫറെൻറ്റ് വെറൈറ്റി വെച്ചിട്ടുണ്ട്. സ്വീറ്റ് ബുഷ് ഓറഞ്ച് വെച്ചിട്ടുണ്ട്, മാൻഡ്രിൻ ഓറഞ്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബാരി വൺ സ്വീറ്റ് മുസംബി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നാഗ്പൂർ ഓറഞ്ച്, അങ്ങനെ വിവിധ തരം ലെമൺ, ലൈം, അങ്ങനെ പല സിട്രസിൻ്റെ ഇവിടെ ഒരുപാട് പ്ലാന്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പേരങ്ങളുടെ പല വെറൈറ്റിയും നമ്മൾ ഒരു 10-20ഓളം വെറൈറ്റി നമ്മൾ ഈ എയർ പ്രൂണിംഗ് പ്ലോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് അലഹബാദാണ്, ALH എന്ന് പറയുന്ന പേരയാണ്. അതുപോലെ തന്നെ അർക്കാകിരൺ, തായ്വാൻ പിങ്ക്. അർക്കാകിരൺ നമുക്ക് നോക്കിയാൽ കാണാം നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ഒരു ഹൈബ്രിഡ് പേരാണ്. അർക്കാകിരൺ നിറയെ ഉണ്ട്. ഇതാണ് നിറയെ കാണാം. നമുക്കെപ്പോഴും പേരയ്ക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തായ്വാൻ പിങ്ക് നോക്കിയാലും അതുപോലെ തന്നെ ധാരാളം പേരയ്ക്ക് ഉണ്ടാവും. എല്ലാ സമയങ്ങളിലും ഒരുപാട് പേരയ്ക്ക് കിട്ടുന്നതാണ് ഈ തായ് പിങ്ക് ഗോവ. പേരയുടെ എത്ര വെറൈറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഏകദേശം 10 വെറൈറ്റിയോളം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എയർ പ്രൂണിംഗ് പോട്ടിൽ. പേരയുടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു പേരം വെറൈറ്റിയാണ്. ഇത് സ്മോൾ ലീവ്സ് ആയിട്ടുള്ള ഒരു ചൈന ഗ്രീൻ എന്ന് പറഞ്ഞ പേരാണ്. ഇതിൻ്റെ തന്നെ വേറെ സെയിം വെറൈറ്റി റെഡിലുണ്ട്. റെഡ് ലീവ്സ് ഇതുപോലെ സ്മോളും അതിൻ്റെ പേരക്കായും ചെറുതായിരിക്കും. അതും റെഡ് കളറായിരിക്കും. ഇതൊരു പർപ്പിൾ കളറിലുള്ള ലീഫുള്ള പേരാണ്. ഇതിൻ്റെ പേരയ്ക്കും ആ സെയിം കളർ തന്നെയാണ്. ഇത് നമുക്ക് ഫാൻസി ആയിട്ട് വീട്ടിൽ വയ്ക്കാം. നമുക്ക് നല്ല സ്വീറ്റാണ് പേരക്കായ. നമുക്ക് കഴിക്കാനും നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. ഇത് ഒരു യെല്ലോ കളറിലുള്ള പേരക്കായാണ്. ഇതിൻ്റെ നല്ല ഒരു ചെടി തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഓർണമെൻ്റലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് കഴിക്കാനും ഉപയോഗിക്കാവുന്ന പേരക്കയാണ്. നിറയെ ഉണ്ടാവും. ഇത് സ്ട്രോബെറി ഗോവ എന്ന് പറയും. അതിൻ്റെ യെല്ലോ കളറ് പേരക്കയാണ്. ഇതിൻ്റെ നല്ല ഓർണമെൻ്റലായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ഒരു പേരക്കയാണ്. നിറയെ ഹൈബ്രിഡ് പോലെ നിറയെ ഇത് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ നഴ്സറിയിൽ ഇതിൻ്റെ ചെറിയ തൈകൾ നിറയെ തൈകളുണ്ട്. ഇതിൻ്റെ ചെറിയ തൈകൾ വെച്ചാൽ നമുക്ക് 1 കൊല്ലം കൊണ്ട് ഇത്രയും പോകുന്ന ചെടിയാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വലിയ ചെടീനെ പറ്റി അന്വേഷിച്ച് നടക്കേണ്ട. നമ്മളൊരു ചെടി എടുക്കുമ്പോൾ അത് ട്രെയിൻ ചെയ്ത് നല്ല ബുഷിയായിട്ട് ഇതുപോലെ വളർത്തിക്കൊണ്ടാലാണ് നമ്മൾക്ക് ആ ഭംഗിയും അതിനുള്ള ഫ്രൂട്ട്സും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് സീറ്റ് മില്ലിയാണ്, മധുരപ്പുളി. ഇതൊരു ചെറിയ തൈ വെച്ചാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വലിയ തൈ തന്നെ അന്വേഷിച്ച് പോകേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെറിയൊരു 1 കൊല്ലമായിട്ടുള്ളൂ നമ്മൾ ഈ ചെറിയ പ്ലാന്റ് വെച്ചിട്ട്. ഒരു കൊല്ലം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്ലവറായി. ഇനി ഉടൻ തന്നെ നമുക്ക് അത് പുളി ഇതുമെന്ന് ലഭിക്കും. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതിൻ്റെ ഒരു പ്രത്യേകത 1 കൊല്ലമായിട്ടുള്ളൂ. അപ്പോഴേക്കും നിറയെ പൂവും ഉണ്ടായി, ഇത് കായ ഉണ്ടായെന്ന് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ വലിയ പ്ലാന്റ് അന്വേഷിച്ച് നമ്മൾ നടന്ന് വലിയ പ്ലാന്റ് വെച്ച് ഒരു ഭംഗിയില്ലാതെ നമ്മൾ പോട്ടിൽ വെച്ചിട്ട് അതിനൊരു അർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ചെറിയ പ്ലാന്റ് നമ്മൾ വാങ്ങിച്ച് ട്രെയിൻ ചെയ്ത് നമുക്ക് 1 കൊല്ലത്തിനുള്ളിൽ നന്നായിട്ട് ഫ്രൂട്ട് ലഭിക്കും. അതിനാണ് അത്. ഇത് റെയിൻ ഫോറസ്റ്റ് സാധാരണ നമ്മൾ ഡ്രമ്മിലൊക്കെ വെച്ചാൽ 2 കൊല്ലം എടുക്കാറുണ്ട് ഇത് കായ്ക്കാൻ. ഇത് 1 കൊല്ലം എടുത്തിട്ടുള്ളൂ. അതിക്ക് മുമ്പ് അപ്പോൾ തന്നെ നമുക്കിത് പൂവുണ്ടായി തുടങ്ങി. അധികം വൈകാതെ നമുക്ക് കായ ലഭിക്കും. ഇത് പോമഗ്രാനൈറ്റ്, മാതള നാരങ്ങയാണ്. ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ സൂപ്പർ ഭഗവ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മളിത് നഴ്സറിയിൽ ചെറിയ തൈകളായിട്ട് പലരും വാങ്ങാതിരിക്കാറുണ്ട്. വരുമ്പോൾ വലിയ തൈ വേണമെന്നുണ്ട്. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് നമ്മുടെ നഴ്സറിയിലെ ഒരു ചെറിയ തൈ കൊണ്ടുവച്ചിട്ട് ഇത്രയും 1 വർഷമായപ്പോഴേക്കും നമുക്ക് നിറയെ കായ കിട്ടി തുടങ്ങി. ഇതിപ്പോൾ കായയുടെ വലിപ്പം കുറച്ച് കുറവുള്ളത് ഈ മഴക്കാലം ആയതുകൊണ്ട്. ഇനി ഉണ്ടാവുന്ന കായ നല്ല കളറും നല്ല സൈസായിട്ട് നമുക്ക് കിട്ടും. ഇത് മെൻഡോവ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്.
ഇതിൻ്റെ വളർച്ച എയർപോർട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രൂട്ടായി തുടങ്ങുന്നുള്ളൂ. നമ്മുടെ ഇതിൻ്റെ വളർച്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇതുണ്ട് എയർപോർട്ടിംഗ് പോട്ടിൽ വെച്ചാലുള്ള അതിൻ്റെ ഒരു കൊല്ലം കൊണ്ടുള്ള ആ വളർച്ച നിങ്ങൾക്ക് നോക്കിയാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാ തൈകളും നമ്മുടെ നഴ്സറികളിലുണ്ട്. അത് ചെറിയ തൈയാന്ന് വെച്ചിട്ട് നമ്മളത് വാങ്ങാതെ പോകരുത്. പലരും ചെറിയ തൈ ഞങ്ങൾക്ക് വലിയ തൈന്ന് കിട്ടണമെന്ന് പറയും. ഒരു ചെറിയ തൈ എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് വളർത്തിയാലാണ് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ടാണ് ഈ പ്ലാന്റേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് പാകിസ്ഥാൻ ലോങ് മൾബറി. ഇതിൻ്റെ നീളം നോക്കി ഇതിലും വലുതാവും. നമ്മൾ അത് വളവും കാര്യങ്ങളും കൂടുന്തോറും ചെടി വലുപ്പം അനുസരിച്ച് ഇതിലും കൂടുതലുണ്ടാവും. ഈ മൾബറിക്ക് എപ്പോഴും പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്താൽ മാത്രമാണ് നിറയെ ഫ്രൂട്ട് നമുക്ക് എപ്പോഴും ലഭിക്കുകയുള്ളൂ. ഇത് നല്ല സ്വീറ്റുമാണ്. പ്ലാവിൻ്റെ നിറയെ വെറൈറ്റികൾ, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മൾ ഈ പ്രൂണിങ് പോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് J33 ആണ്. അതുപോലെ തന്നെ ഇത് എവിയാർക്ക്, ഡങ് സൂര്യ, വിയറ്റ്നാം സൂപ്പർ എളി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീഡ്ലെസ്, ഗംലെസ്, സീഡ് ഫ്രീ, അത് പല വെറൈറ്റി നമ്മൾ നിറയെ ഈ എയർ പ്രൂണിങ് പോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല വളർച്ചയുണ്ട്. എയർ പ്രൂണിങ് പോട്ടിന് സാധാരണ പോട്ടിൽ വെക്കുന്നതിലും വളരെ വളർച്ചയുണ്ട്. അതുപോലെ തന്നെ ഈ പോട്ട് എത്ര വെയിൽ കൊണ്ടിട്ടും ഒരു കംപ്ലൈൻറ്റും കാണിക്കുന്നില്ല. ഇത് വിയറ്റ്നാം സൂപ്പർ എളിയാണ്. നിങ്ങൾക്കറിയാം എല്ലാ ഓൾ ടൈം ചക്ക ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ വളർച്ച നോക്കുകയും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല സൈസായിട്ടുണ്ട്. നമ്മളിതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ് പ്ലാവ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പൊക്കം വെച്ച് പോകേണ്ടതാണ്. നമ്മൾ ഇതിൻ്റെ കട നന്നായിട്ട് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൂൺ ചെയ്യണത്. ഈ മാവ് നമ്മുടെ കേരളത്തിൻ്റെ ഓൾ ടൈം എന്ന് പറയുന്ന കോട്ടപ്പറമ്പൻ എന്ന് പറഞ്ഞ മാവാണ്. ഇത് ഒട്ടും ഹൈറ്റിലൊന്നുമല്ല, ഇങ്ങനെ പന്തലിച്ച് ഒരു ഓൾ ടൈം എന്ന് പറയുന്ന പോലത്തെ ഒരു മാവാണ്. എപ്പോഴും മാങ്ങയുണ്ടായി കിട്ടും നമുക്ക്. ഇതാണ് ഹണിയു ഡ്യൂ, സിംഗപ്പൂരിൻ്റെ ഒരു മാവാണിത്. ഇത് നന്നായിട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇത് നന്നായിട്ട് മാങ്ങ ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു മാങ്ങയാണിത് ഹണിയു ഡ്യൂ. നമ്മളൊരു 300ഓളം മാവ് ഈ ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 100-ൽ പരം വെറൈറ്റി മാവുകളാണ് ഇതെല്ലാം. ഇതിൻ്റെ വളർച്ച കണ്ടോ, അത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഇത് വളർന്നിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഞാൻ ഇത് കാണിക്കുന്ന കാരണം, നമ്മളെല്ലാവരും നഴ്സറിയിൽ വരുമ്പോൾ വലിയ ചെടിയാണ് നമ്മളോട് ചോദിക്കുന്നത്. വലിയ ചെടി കൊണ്ടുവച്ചാൽ നമുക്ക് ഇത്ര ഭംഗിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ പറയുന്ന ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ഒരു കൊല്ലം കൊണ്ട് ഒരു മാവിന് ട്രെയിൻ ചെയ്ത് ഈ നിലപാടിൽ എത്തിക്കാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഈ തോട്ടം കണ്ട് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ അവരുടെ വീടുകളിൽ വന്ന് ഇതുപോലെ നമ്മൾ എല്ലാം നമ്മുടെ നഴ്സറിയിൽ വെച്ച് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവയ്ക്കും. പോട്ടും എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ കൊണ്ട് നിങ്ങളുടെ സ്പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് തരും. ഇതേപോലെ വീഡ് മാറ്റ് വേണമെങ്കിൽ വീഡ് മാറ്റ് നമ്മൾ ഭംഗിയായിട്ട് വിരിച്ച് ഇതെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ആവശ്യം നമ്മുടെ നഴ്സറിയായിട്ട് ബന്ധപ്പെട്ട അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി ചെയ്തു തരും. ഇത് സ്വീറ്റ് ഓറഞ്ചാണ്. ഇത് ഉണ്ടോ, നിറയെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൈക്ക് വെറും 200 രൂപയുള്ളൂ. 200 രൂപ. ഇത് നല്ല മധുരമുള്ള വിയറ്റ്നാം ഓൾ ടൈം മുസമ്പിയാണ്. എല്ലാ സമയത്തും ഉണ്ടാവുന്ന ഒരു മുസമ്പിയാണ്. നല്ല സൈസും ഉണ്ടാവും. ഇതിനും വെറും 200 രൂപയുള്ളൂ തൈക്ക്. ഈ കാണുന്നതെല്ലാം ഈ റോ മുഴുവനും നമ്മുടെ അവക്കാഡോ ആണ്. ട്രോപ്പിക്കൽ അവക്കാഡോ ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട് ഈ അവക്കാഡോയിൽ. റെഡ്, ഗ്രീൻ, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. ഇത് നമ്മുടെ ഡ്രമ്മിൽ വെക്കുന്നതിലൊക്കെ വളരെ നന്നായിട്ട് ഗ്രോത്ത് ഈ നമ്മുടെ എയർ പ്രൂണിങ് പോട്ടിലാണ്. അപ്പോൾ നമുക്ക് താഴെയും വെക്കേണ്ട കുറച്ച് സ്ഥലമുള്ളവർക്കും നമുക്ക് എയർ പ്രൂണിങ് പോട്ടിൽ വെച്ച് നന്നായിട്ട് വളർത്താൻ പറ്റും. അവക്കാഡോ പോലും. അവക്കാഡോ ആയാലും നമ്മുടെ എയർപോർട്ടായാലും നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസിലാണ്, നമ്മൾ കമ്പനി പ്രൈസിലാണ്, മാർജിനൊന്നും എടുക്കാതെ നമ്മളൊരു പ്രൊമോഷൻ പോലെയാണ് നമ്മൾ എയർപോർട്ട് പ്രൂണിങ് പോട്ടെല്ലാം കൊടുക്കുന്നത്. ഇത് ഒലോസോപ്പയാണ്. ഈ ഒലോസോപ്പയുടെ വളർച്ച ഒരു കൊല്ലം കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്ര മനോഹരമായിട്ടാണ് ഇത് വളർന്നേക്കുന്നത്. ഒരു ചെറിയ തൈയായിരുന്നു ഇത്. നമ്മുടെ സ്വീറ്റ് ലൂബിയാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട് സ്വീറ്റ് ലൂബിമേ. ചെടി നിറയെ കായുണ്ട് ഇതുമോ. ഇത് ഡ്രമ്മിലുള്ള ഒരു ജബോട്ടിക്കാബയാണ്. റെഡ് ഹൈബ്രിഡാണ്. ഇത് ഓൾ ടൈമാണ്. എല്ലാ 365 ദിവസവും നല്ല കായ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിറയുണ്ട്. കിളികളുടെ ശല്യം ആയതുകൊണ്ട് നമ്മൾ നെറ്റ് ഇട്ടിരിക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള കായകളാണ് റെഡ് ഹൈബ്രിഡിൻ്റെ. ഇത് ഒരു ചെറിയ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടയാണ്. നിറയെ കായുണ്ട്. ഇത് ട്രെയിൻ ചെയ്ത് വളരെ ചെറുതാക്കി നിർത്തിയിരിക്കുന്നത് ബുഷ് ടൈപ്പ്. ഇത് സോഫ്റ്റ് സ്കിൻ മട്ടോവയാണ്. ഈ മട്ടോവ പൊതുവെ വലിയ മരമായി പോകുന്ന പറയാം. പക്ഷേ ഈ സോഫ്റ്റ് സ്കിൻ വേണ്ട, വളരെ ഡോർഫായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ അത് കായായിട്ട് കിട്ടും നമുക്ക്. അതിൻ്റെ സീസണായി, ചാമ്പകളിലൊക്കെ സീസണായിട്ടുണ്ട്. അപ്പോൾ നിറയെ ബാലിയുണ്ട്. ഇവിടെ ഡൽഹി ഉമറൊക്കെ അവിടെ കാച്ചു നിൽക്കുന്നുണ്ട്. ഇത് ബാലീനൊന്നും കാണിച്ചു എന്നുള്ളൂ. ഇതും ഡ്രമ്മിലാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇത് വിയറ്റ്നാം ഓൾ ടൈം മുസമ്പിയ. നേരത്തെ നമ്മൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇത് സൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വലിയ സൈസ് വരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കാണിക്കുന്നതാണ്. ഇതൊരു ചെറിയ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ്. 30 ലിറ്റർ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത്. ഇത് തായ് കിങ് ഞാവലാണ്. ഇത്
ആദ്യമായിട്ട് കാച്ചതാണ്. ഇത് അധികം കാലമായിട്ടില്ല, 2 കൊല്ലം കഴിഞ്ഞ് 2.5 കൊല്ലമായിട്ടുള്ളൂ ഇത് വെച്ചിട്ട്, ചെടികൾ വെച്ചിട്ട്. ഇത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ്, 100 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലാണ് ഇത്. ഉണ്ട് നമ്മുടെ നാട്ടിൽ നിറയെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഡ്രാഗൺ കൃഷിയാണ്. ഇത് 3 കൊല്ലെത്തിയ ഡ്രാഗനാണ്. ഇത് നിറയെ കായുണ്ടായ തണ്ടുകൾ നമ്മുടെ നഴ്സറിയിൽ നിറയെ വേര് പിടിപ്പിച്ചത് നമുക്ക് വിൽക്കാൻ അവിടെ നഴ്സറിയിൽ നിറയുണ്ട്. ഇത് നമ്മൾ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. 20 ലിറ്റർ തുടങ്ങി 100 ലിറ്റർ വരെയുള്ള ഡ്രമ്മുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോലെ ഡ്രമ്മിലോ എയർപോർട്ടിലോ ഏത് നിലത്തോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ നമ്മൾ ഏത് വിധത്തിൽ വേണമെങ്കിലും പ്ലാന്റേഷൻ ചെയ്തു തരും. എത്ര ചെറുതായാലും വലുതായാലും. സ്ഥലക്കുറവുള്ളവർക്ക് ഡ്രമ്മിൽ വയ്ക്കാം, അല്ലെങ്കിൽ എയർപോർട്ടിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ വയ്ക്കാൻ സ്ഥലമുള്ളവർക്ക് താഴെ വെച്ച് തരും. നമ്മൾ എല്ലാ ചെടികളും അത്ര നന്നായിട്ട് നമ്മൾ നോക്കി പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നഴ്സറിയാണ്, ഐഫീൽഡ് കേരള നഴ്സറിയിലാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ പോട്ടാശ്രമം കഴിഞ്ഞിട്ട് ഉറുമ്പുകുന്നിലേക്ക് പോണ വഴിയിൽ ആണ്. കുറച്ച് മുന്നോട്ട്, ആശ്രമം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ് ഈ നഴ്സറിയിൽ, നമ്മുടെ ഐഫീൽഡ് കേരളയുടെ ഓൺ പ്രൊഡക്റ്റാണ് പച്ചക്കക്ക പൊടിച്ചത്. പഴയ കാലങ്ങളിൽ കുമ്മായാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇപ്പോൾ പുതിയ ആളുകളെല്ലാം ഈ പച്ചക്കക്ക പൊടിച്ചതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ 1 കൊല്ലം വരെ നമുക്ക് വേറെ രണ്ടാമത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. 1 കൊല്ലം വരെ ഇതിൻ്റെ ഇത് നിൽക്കും. ഇത് കിണറിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 1 കിലോ മുതൽ നമുക്ക് 25 കിലോ വരെ പാക്കിങ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ പാർസൽ സർവീസിൽ അയച്ചു കൊടുക്കും. ആമസോണിലൊക്കെ നമുക്ക് ഇത് ലഭ്യമാണ്. ഇത് എല്ലാ വിളകൾക്കും നമുക്ക് മണ്ണിൻ്റെ pH ഇവിടെ മഴയുള്ള കാരണം കൊണ്ട് 5 to 5.5 ആണ്. അപ്പം നമ്മുടെ എല്ലാ വിളകൾക്കും 6.5 തുടങ്ങി 7 ആണ് pH. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ഈ പച്ചക്കക്ക പൊടിച്ചത് ഉപയോഗിച്ചാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അതിലേക്ക് എത്തിക്കാനും പറ്റും. അത് നിലനിന്ന് 1 കൊല്ലം വരെ നമുക്ക് ആ pH 7 നിലനിർത്താനും പറ്റും. ഇതിൻ്റെ 1 കിലോ മുതൽ 25 കിലോ വരെ ഉണ്ട്. 1-ൻ്റെ 5-ൻ്റെ 10-ൻ്റെ അങ്ങനെ 2-ൻ്റെ അങ്ങനെ 25 കിലോ അങ്ങനെ പല സൈസിലും നിങ്ങൾക്ക് പല അളവിലും നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മുടെ നഴ്സറിയിലുള്ള പല വിധത്തിലുള്ള പോട്ടുകളാണ്. വലിയ പോട്ടുകളുണ്ട്, ആർക്ക് പോട്ടുണ്ട്, എയർ പ്രൂണിംഗ് പോട്ടുണ്ട്. എയർ പ്രൂണിംഗ് പോട്ട് ആണ് ഇപ്പോൾ വളരെ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടി വളരെ ഫാസ്റ്റായിട്ട് വളരുകയും അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്രത്യേകതയുള്ളത്, ഇത് നമുക്ക് ചെടി ചെറിയ പോട്ടിൽ വെച്ചിട്ട് അടുത്ത സൈസിലേക്ക് മാറണമെങ്കിൽ ഇതിൻ്റെ ഈ സ്ക്രൂസ് അഴിച്ച് നമുക്ക് അടുത്തടുത്ത സൈസിലേക്ക് വലിയ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കാം. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ്. എയർപോർട്ടിന് നമ്മുടെ നഴ്സറിയിൽ വലിയ വിലയൊന്നുമില്ല, കമ്പനി റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രൊമോഷൻ രീതിയിൽ. ഇത് 70 മുതൽ 600 വരെ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. ഈ ഏറ്റവും ചെറുതിന് 70 രൂപ നമുക്ക് ഇതുള്ളൂ. ഇതിൽ നിന്ന് അടുത്ത പല സ്റ്റേജുകളിലേക്ക് നമുക്ക് ചെടികൾ വലുതാവും തോറും നമുക്ക് മാറ്റി പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പോട്ടാണ് ആർക്ക് പോട്ട്. ഇതിന് ആകെ ഒരു എയർപോർട്ട് തമ്മിലുള്ള വ്യത്യാസം, ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര ഹെവിയാണ്, ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് 1000 രൂപ വരും. ഇത് 50 ലിറ്ററിൻ്റെയാണ്. ഇത് 90 ലിറ്ററിൻ്റെയാണ്. ഇതിന് 1500 വരും 90 ലിറ്ററിൻ്റെ. ഇത് ഭയങ്കര ഹെവിയാണ്. നമുക്ക് എയർപോർട്ടിന് ആകെ ഒരു ഡിഫക്റ്റ് പറയുന്നത് ഇത് പിടിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമ്മൾ ചെടി വെച്ച് കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. പറ്റും നമുക്കൊരു എന്തെങ്കിലും ചാക്കിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഇവിടെ പിടുത്തുണ്ട്, ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യാം. പിന്നെ ഈ എയർപോർട്ടിനേൽ 25% കൂടി എഫിഷ്യൻസി ഇതിന് കൂടുതലാണ്. ആകെ എയർപോർട്ട് തമ്മിലുള്ള വ്യത്യാസം ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. എവിടേക്കാണെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ 50 ലിറ്ററിൻ്റെ മതി, ധാരാളമാണ്. വലിയ പ്ലാന്റുകൾ വയ്ക്കാം. 90 ലിറ്ററിൻ്റെയിലും നമുക്ക്, അതിലും വലിയ സൈസ് ആകുമ്പോൾ നമുക്ക് 90 ലിറ്ററിൻ്റെയിലും വയ്ക്കാം. ഇത് ലൈഫ് ലോങ് വരെ നല്ല അത്രയും ഡ്യൂറബിലിറ്റിയുള്ള പോട്ടാണ്. ഇത് മുഴുവൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആർക്ക് പോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് പുറത്തുനിന്ന്. ഇത് ഡ്രമ്മിന് പകരമായിട്ട് വലിയ പോട്ടാണ്. ഇതും നല്ല ഡ്യൂറബിലിറ്റിയുള്ള നല്ലതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇതിന് പിടുത്തൊക്കെ ഉണ്ട്. ഇത് 155 ലിറ്ററാണ്. ഇതിന് 1900 വില വരും. നിങ്ങൾക്ക് വലിയ ചെടികളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ വലിയ പോട്ടിൽ വയ്ക്കാം. അതിൻ്റെ 130 ലിറ്ററിൻ്റെ ഉണ്ട്. അതിന് 1400 വരും. ഇതും നല്ല ഹെവി ഡ്യൂട്ടി നല്ല സ്ട്രോങ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വലിയ മരങ്ങളൊക്കെ വെക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, തെങ്ങ് വേണമെങ്കിൽ വയ്ക്കാം. അതുപോലെ തന്നെ പ്ലാവ് വലുതായിട്ട് വരുന്ന അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്ലാവ്, അങ്ങനെ വല്ല ദുരിയാൻ, അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ ഈ പോട്ടിനുള്ളിൽ നമുക്ക് വയ്ക്കാം. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ പോട്ട് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് പിടിച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഹെവി ആയിട്ട് ഇതിലൊക്കെ ലൈറ്റായിട്ട് 1:1:1 റേഷ്യോയിൽ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കണമെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതാണ് ലൈറ്റ് വെയിറ്റ് പോട്ടിംഗ് ആണ് ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യക്കാർക്ക് ഏത് വിധേനയും നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഈ എയർപോർട്ട് 55 ലിറ്ററിൽ ഒരു മാവ് മുതൽ അങ്ങനെ താഴേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വയ്ക്കാം. ഇവിടെ വെച്ച് നമ്മൾ പോട്ട് ചെയ്ത് അവിടെ നമ്മൾ വീട്ടിൽ കൊണ്ട് ഇറക്കി വെച്ച് തരും. അല്ല അവിടെ വന്നിട്ട് എല്ലാ മെറ്റീരിയലും കൊണ്ടുവന്ന് പോട്ട് ചെയ്ത് തരും.
താഴെ വെക്കണമെങ്കിൽ നമ്മൾ എല്ലാവിധ പ്ലാന്റേഷൻ നമ്മൾ നല്ല ഭംഗിയോടെ ചെയ്തു കൊടുക്കും. ഡ്രിപ്പിൻ്റെ സൗകര്യങ്ങളും മോസും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഡ്രിപ്പിന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ ഡ്രമ്മുകളിൽ വയ്ക്കാം. നമ്മൾ വീഡിയോയിൽ മുമ്പ് കാണിച്ചുള്ള എയർപോർട്ടിൽ വെച്ചതും ഡ്രമ്മിൽ വെച്ചതും താഴെ വെച്ചതുമായിട്ടുള്ള പല പ്ലാന്റേഷനുകളും പലതും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഏത് വിധത്തിലും വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്ത് തരാൻ സാധിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിൽ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന കോൺടാക്റ്റിൽ നമ്മൾ ബന്ധപ്പെടാം. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ ജോലിക്കാരായാലും ഞങ്ങളായാലും ഏത് സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് അടിച്ചാലും ഞങ്ങൾ മറുപടി ചെയ്യുന്നതാണ്. ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്താണ്. നമ്മുടെ നഴ്സറിയുടെ പേര് ഹൈഫീൽഡ് കേരള നഴ്സറി. ചാലക്കുടിയിൽ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടിയിൽ പോട്ട ആശ്രമം കഴിഞ്ഞ് കുറച്ച് ഉറുമ്പുകുന്നിലേക്ക് പോണ വഴിയിലാണ്. ആശ്രമം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാവിധ ഫ്രൂട്ട്സ് പ്ലാന്റ്സും എക്സോട്ടിക്കും ഏത് തരം ലോകത്തെ മറ്റേ നമ്മുടെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ലോകത്തിൻ്റെ ഏത് നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഈ നഴ്സറിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഏത് തൈകൾ വാങ്ങാനും നിങ്ങൾക്ക് ഇവിടെ വരാം. നിങ്ങൾ പ്ലാന്റേഷൻ ചെയ്യണേനോ അതോ നിങ്ങൾക്ക് പോട്ടിൽ വെക്കണോ, എയർ പ്രൂണിങ് പോട്ടിൽ വെക്കണോ, ഏത് സൗകര്യങ്ങളുണ്ട്. വലിയ തൈകൾ വേണമെങ്കിൽ പോട്ടിൽ വെച്ചത് ഇവിടുന്ന് കൊണ്ടുപോകാം. എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. ഇത് നമ്മുടെ നഴ്സറിയിലുള്ള ഒരു അബിയോൻ്റെ ഡെമോ വെച്ചിരിക്കുന്നതാണ് വരുന്നവർക്ക് കാണാൻ. അപ്പോൾ ഇത് ആളുകൾ ആരും ചോദിച്ചു വരരുത്. നമ്മുടെ കയ്യിൽ വേറെ ഒരുപാട് ഡ്രമ്മിൽ വെച്ചിരിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ കൊടുക്കും. ഇത് നമ്മൾ കണ്ട എല്ലാ ഫ്രൂട്ട് കഴിഞ്ഞിട്ടും ഈ സമയത്തും നമ്മുടെ അബിയോ ഇതുമ്പോൾ ധാരാളം ഉണ്ട്. ഈ ഒരു ഫ്രൂട്ടും ഇല്ലാത്ത സമയം ഈ നവംബർ ഡിസംബർ സമയത്ത് ഫ്രൂട്ട് കിട്ടുന്നതാണ്. ഇതൊരു കരിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു പനന്നങ്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അല്ല, വളരെ മധുരമല്ല. ഇതിന് നല്ല ഹെൽത്ത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്.